ഈ കാലഘട്ടത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഫലപ്രദമായ ഒരു ജീവിതം നയിച്ച് കാര്യക്ഷമതയുള്ളവരായി നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ വേഗത്തിൽ ആഗ്രഹിക്കുന്നു. ഈ ആയുസിൽ രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രണ്ട് സത്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം. ഒന്ന്, we need to accept the time and the place where we are living. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെയും നാം ജീവിക്കുന്ന നമ്മുടെ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ നാം ജീവിക്കുന്ന നമ്മുടെ സ്ഥലത്തെയും കുറിച്ച് അഥവാ നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും കുറിച്ചൊക്കെ നമുക്കൊരു വ്യക്തമായ ബോധ്യം ഉണ്ടാകണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ കാലഘട്ടത്തിൽ അഥവാ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് എന്റെ വിളി, എന്റെ ദൗത്യം? The second thing is to accept what is my call and the goal of my life. ഈ രണ്ട് കാര്യങ്ങൾ നാം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം ഏറ്റവും ഫലം പുറപ്പെടുവിക്കുന്നതും കാര്യക്ഷമതയുള്ളതുമാക്കി മാറ്റുവാനായിട്ട് കഴിയും. ഇത് ജീവിതം നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ അഥേനയിൽ വെച്ച് പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ഇത് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യജാതിയെ എല്ലാം ഒരുവനിൽ നിന്ന് ഉളവാക്കി എന്നിട്ട് പറയുകയാണ്, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞൊരു കാര്യം, ആരൊക്കെ ഏതൊക്കെ വർഷം എവിടെയൊക്കെ ജനിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അതാണ് ഞാൻ ഒന്നാമത് ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളും ഇവിടെ ഒരു പക്ഷേ 1950 മുതൽ ജനിച്ചവരുണ്ട് എന്ന് ഞാൻ കരുതിയാണ്. പക്ഷെ അതിന് മുമ്പുള്ളവരുണ്ടാകാം. നമ്മുടെ ഏതൊക്കെ വർഷം, നമ്മുടെ ബർത്ത്ഡേ, നമ്മുടെ ജനന തീയതി, നമ്മുടെ ജനന സ്ഥലം, ഇത് ദൈവത്താൽ നിയമിതമായി എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അർത്ഥാൽ നാം ജീവിക്കുന്നത് കേരളത്തിലാണ്, നാം ജീവിക്കുന്നത് ഭാരതത്തിലാണ്, ഇന്ത്യയിലാണ്. അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അത് ദൈവത്താൽ നിയമിക്കപ്പെട്ട് നമുക്ക് ലഭിച്ച ഒന്നാണെന്ന് നാം തിരിച്ചറിയാത്തോടത്തോളം കാലം നമ്മുടെ രാജ്യത്തെയോ സംസ്ഥാനത്തെയോ നമുക്ക് സ്നേഹിക്കുവാനോ നമ്മുടെ ജീവിതത്തെ ഉൾക്കൊള്ളുവാനോ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കുന്ന നാം, അങ്ങനെ ഈ കാലഘട്ടത്തിൽ ടൈം ആൻഡ് ദ പ്ലേസ്, സമയവും ആ സ്ഥലവും നമ്മൾ അംഗീകരിച്ചു കഴിയുമ്പോൾ രണ്ടാമത് നമ്മൾ തിരിച്ചറിയണം, എന്താണ് ഈ സമയത്ത് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായതിന്റെ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി എന്താണ്? വാട്ട് ഈസ് മൈ കോൾ ആൻഡ് ദാറ്റ് ഷുഡ് ബി ദ ഗോൾ. നമ്മുടെ വിളിയാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. ഇത് ഒരു മനുഷ്യൻ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് തന്നെ വരണം. അതാണ് പൗലോസ് ആ പ്രസംഗത്തിൽ പറയുന്നത്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ജനിച്ചത്, നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ കീഴിലാണ്. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശുവിനെ നിങ്ങൾ അറിയുക എന്നുള്ളതാണ്. ഞാനിവിടെ നമ്മുടെ ആത്മീയരാണ്, സഹോദരി സഹോദരന്മാരാണ്. നമുക്കൊരു കാര്യം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നമ്മുടെ മാർഗവും ഒക്കെ ശരിയായ നിലയിൽ നാം തിരിച്ചറിഞ്ഞത് നാം യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ. യേശുവിനെ കണ്ടുമുട്ടിയ നമുക്ക് എല്ലാവർക്കും രണ്ട് പ്രധാന ദൗത്യങ്ങളിലേക്ക് നമ്മൾ എത്തി. ഒന്ന്, ദൈവോന്മുഖമായ ഒരു ലക്ഷ്യം. രണ്ട്, മാനവികോന്മുഖമായ ഒരു ലക്ഷ്യം. ഒന്നാമത് ദൈവത്തെ ആഴമായി സ്നേഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ആരാധിക്കുക, ദൈവികമായിട്ടുള്ള ആ ഹിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. രണ്ട്, മാനവികോന്മുഖമായ ഒരു മുഖമാണ്. അഥവാ നമ്മുടെ സഹജീവികളെ സ്നേഹിക്കാനും കരുതാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരെ സഹായിക്കുവാനും അവർക്ക് രക്ഷ ചെയ്യാനുമുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്റെ ആശയത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് ഒന്നുകൂടി വരട്ടെ. ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അവരുടെ ദൗത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, അവരുടെ സമയം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം ആളുകളെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ യാക്കോബിന്റെ 12 മക്കളിൽ 9-ാമത്തെ മകനായ ഇസ്സാഖാറിനെ കുറിച്ച് നമ്മൾ വായിക്കുകയും ഇസ്സാഖാറിന്റെ സന്തതി പരമ്പരകളെ കുറിച്ച് ഈ വാക്യത്തിൽ നമുക്ക് കാണുകയും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്രോണിക്കിൾസ് 12:32 അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്സാഖാരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് അറിയുവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേർ. Men who understood the times and knew what Israel should do. അവർ ദാവീദിന്റെ ഭരണത്തിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിച്ചവരായിരുന്നു. Compared to the other members or the warriors in the government of David, these
200 പേരാണ്. കാലാളുകളും പടയാളികളും ചേവകരൊക്കെ ആയിട്ട് 3000 4000 ഒക്കെ കിടക്കുമ്പോൾ ഇവർ 200 പേരാണ്. പക്ഷേ ഈ 200 പേരാണ് ചിന്തൻ ശിബിരം എന്ന് നമുക്ക് പറയാം. അവരായിരുന്നു പോളിസി മേക്കേഴ്സ്, അവരായിരുന്നു നയരൂപീകരണകർത്താക്കൾ എന്നുള്ളത് നമുക്കറിയാം. അവരായിരുന്നു ഇൻഫ്ലുവൻസേഴ്സ്, ഭരണകൂടത്തെ സ്വാധീനിച്ചവർ എന്നുള്ളത് നമുക്കറിയാം. ലീഡേഴ്സ്, അവരായിരുന്നു നേതാക്കന്മാർ. DBFനെ കുറിച്ച് ഇതാണ് നമ്മുടെ ആഗ്രഹം, ഇതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. The people who will be influencers, people who are going to make a policy makers ആയിട്ട് നമുക്ക് മാറുവാനായിട്ട് കഴിയണം. DBFന്റെ മുന്നിലുള്ള 2 ദൗത്യങ്ങൾ ആ നിലയിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മുന്നിലുള്ള ദൗത്യം, വെല്ലുവിളി 2 കാര്യങ്ങളുണ്ട് എന്നാണ് എന്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം. ഒന്നാമത് ആ 2 കാര്യങ്ങൾ എന്താണെന്നുള്ളത്, 2 മതിലുകളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ മതിൽ എന്ന് പറയുന്നത് the wall of Jericho, എരികോ മതിലാണ്. രണ്ടാമത്തെ മതിൽ എന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിന് ചുറ്റുമുള്ള the wall around the Jerusalem temple എന്നുള്ള ആ വാളാണ്. നമുക്കറിയാം, ഇതിൽ ഒരു മതിൽ തകർക്കപ്പെടേണ്ട മതിലാണ്, അല്ലെങ്കിൽ തകർത്ത മതിലാണ്. മറ്റൊരു വാൾ എന്ന് പറയുന്നത് തകർന്ന് കിടന്ന ഒരു മതിലാണ്, അത് പണിതെടുക്കുകയായിരുന്നു ചെയ്യുന്നത്. DBFന്റെ മുന്നിൽ ഈ 2 ദൗത്യങ്ങൾ, വെല്ലുവിളികൾ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഒരു വാൾ, ഒരു മതിൽ നമുക്ക് പൊളിക്കേണ്ടതായിട്ടുണ്ട്. ആരൊക്കെയോ കെട്ടിപ്പടുത്തുയർത്തിയ, ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച ഇവിടെ വരെ മതി, ഇനി അങ്ങോട്ട് നമുക്ക് പോകണ്ട എന്ന് പറഞ്ഞ് നമ്മെ തടഞ്ഞു വെച്ചിരിക്കുന്ന കുറെ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ചിന്തകളുടെയും തത്വങ്ങളുടെയും മതിൽ, അതിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് തകർക്കേണ്ടത് ആവശ്യമാണ്. DBF അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഗമമായി മാറണം. രണ്ടാമത്തത്, ചില മതിലുകൾ പൊളിഞ്ഞു കിടക്കുകയാണ്, കാലങ്ങളായി പൊളിഞ്ഞു കിടക്കുകയാണ്, വർഷങ്ങളായി പൊളിഞ്ഞു കിടക്കുകയാണ്. നാം എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം, പണിയണം, ഒരുമിച്ച് നിൽക്കണം. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നാം ഒരുമിച്ച് നിന്ന് ചില മതിലുകൾ ഒരുമിച്ച് പണിയണം. കരുണയുടെയും നീതിയുടെയും സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ മതിലുകൾ പണിയപ്പെടേണ്ടതായിട്ടുണ്ട്. നാം ഒരുമിച്ച് നിന്ന് പണിയണം. അതെ, DBF അതിനുള്ള ഒരു സംഗമ വേദിയായി, വിശ്വാസികളുടെ കൂട്ടായ്മയായി നമുക്ക് പ്രവർത്തിക്കാം. Let's be the sons of Issachar of this time. ഈ കാലഘട്ടത്തിന്റെ sons of Issachar ആയിട്ട്, മക്കളായിട്ട് നമുക്ക് മാറാം. നമ്മളല്ലെങ്കിൽ പിന്നെ ആരത് ചെയ്യും? നമ്മളല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ആര് ഏറ്റെടുക്കും? ക്രിസ്തീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് നമുക്ക് ഈ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.